പഞ്ഞിക്കെട്ട് പോലെ കാറ്റിൽ തെങ്ങി നീങ്ങുന്ന ആ മേഘക്കൂട്ടിനുള്ളിൽ അവനെയും കാത്തിരിക്കുകയാണ് അവൾ. വെളുത്ത കൊലുന്തനെയുള്ള അവളുടെ കണ്ണുകൾ നീല നിറത്തിലുള്ളവയായിരുന്നു. ആ കണ്ണുകളിൽ എന്നും അവനു വേണ്ടിയുള്ള കാത്തിരിപ്പായിരുന്നു. ഇന്നും അവൾ അവനു വേണ്ടി കാത്തിരിക്കുകയാണ്. ഓരോ ചുവടുവയ്പ്പിലും അവളുടെ കണ്ണുകൾ പ്രതീക്ഷയോടെ തിളങ്ങും. ഇന്നെങ്കിലും വരുമോ നീ? കാലങ്ങൾ എത്രയായി ഞാൻ നിന്നെ കാത്തിരിക്കുന്നു. എന്തേ നീ വിരഹവേദന അറിയുന്നില്ലേ? വിദൂരതയിലേക്ക് നോക്കിക്കൊണ്ടവൾ മനസ്സിൽ പറഞ്ഞു. സമയം അധികം വേഗം നീങ്ങിക്കൊണ്ടിരുന്നു. അസ്തമയ സൂര്യന്റെ ചെങ്കിരണങ്ങൾ അവൾക്കു മേലെ ചുവപ്പു വിതറി. പതിയെ പതിയെ അവളുടെ പ്രതീക്ഷയുടെ തിരുനാളവും കെട്ടുതുടങ്ങി. ഇന്നും വരില്ല. മനസ്സാലെ ഓർത്തുകൊണ്ട് അവൾ കുറച്ചു നേരം കൂടി അവനെ കാത്തിരുന്നു. പിന്നീട് പതിയെ അവൾ അന്നത്തെ കാത്തിരിപ്പിന് വിരാമമിട്ട് എഴുന്നേറ്റ് നടന്നു. 2-3 ചുവട് വെച്ചപ്പോഴേക്കും പിന്നിലായി ഒരു കാലൊച്ച കേട്ടു. ഒരു നിമിഷം അവളുടെ കാലുകൾ നിശ്ചലമായി. വന്നുവോ? തിരിഞ്ഞു നോക്കണോ ഇനി? അല്ലെങ്കിൽ വീണ്ടും നിരാശയാവില്ലേ? അവൾക്കുള്ളിൽ തന്നെ ചോദ്യങ്ങൾ ഉയർന്നു. ആമീ! അവനിൽ നിന്നുള്ള വിളി. അവളുടെ ഹൃദയം നിലച്ചുപോയി. ഏറെ കാത്തിരുന്ന, ഏറെ ആഗ്രഹിച്ച ശബ്ദം. ഒന്ന് തിരിഞ്ഞു നോക്കാമീ! അവളുടെ ചുമലിൽ പിടിച്ച് അവൻ അവളെ തന്നിലേക്ക് തിരിച്ചു നിർത്തി. അവൻ്റെ വെള്ളാരം കണ്ണുകൾ പ്രണയത്തോടെ തിളങ്ങി. അവളുടെ നീല കണ്ണുകൾ നിറഞ്ഞു തുളുമ്പിയത് തന്നോടുള്ള പ്രണയം കൊണ്ടാണെന്നത് ഒരു പുഞ്ചിരിയാലെ തിരിച്ചറിഞ്ഞു അവൻ. ഞാൻ വരില്ലെന്ന് കരുതിയോ നീ? പറഞ്ഞിരുന്നില്ലേ ഞാൻ എത്ര വൈകിയാലും വരുമെന്ന്? അവൻ അവളുടെ മുഖം കൈക്കുമ്പിളിലെടുത്തു. അതുകൊണ്ടല്ലേ ഇക്കാലം അത്രയും നിനക്കായി ഞാൻ കാത്തിരുന്നത്. വൈകിയാലും വരുമെന്നെനിക്കറിയാമായിരുന്നു. അവൻ്റെ നെഞ്ചിലേക്ക് ചാഞ്ഞു നിന്നുകൊണ്ടവൾ പറഞ്ഞു. ദേഷ്യം തോന്നുന്നുണ്ടോ ആമി? ഇല്ല. അവളെ എത്രയൊക്കെ ചേർത്ത് പിടിച്ചാലും മതിവരാത്ത ശ്വാസം മുട്ടും പോലെ തന്നിലേക്ക് കൂടുതൽ വരിഞ്ഞു മുറുക്കി. മേഘക്കെട്ടിലേക്ക് അവളെ ചായച്ചു കിടത്തി. അവളുടെ മുഖമാകെ അവൻ്റെ കണ്ണുകൾ അലഞ്ഞു നടന്നു. ഒടുവിൽ അവ അവളുടെ അധരങ്ങളിൽ എത്തി നിന്നു. അവൻ അനുവാദത്തിനെന്നപ്പോൾ അവളുടെ കണ്ണുകളിലേക്ക് നോക്കി. ആ നീലമിഴികൾ പ്രണയത്താൽ തിളങ്ങിക്കൊണ്ട് അവൻ അനുവാദം നൽകി. പതിയെ മൃദുലമായി അവൻ അവളുടെ അധരങ്ങളെ നുണഞ്ഞെടുത്തു. സമയമെടുത്ത് ആസ്വദിച്ചുകൊണ്ട് അവൻ ഗാഠമായി അവളെ ചുംബിച്ചു. ഒരു ഘട്ടത്തിൽ അവളും അവനെ തിരികെ ചുംബിച്ചു. അവളുടെ ഇരുകൈകളും അവൻ്റെ പിൻതലയിൽ അലഞ്ഞു നടന്നു. അവനാകട്ടെ അവളിലെ ഉയർച്ച താഴ്ചയിൽ തഴുകി അവളെ വിവശയാക്കിക്കൊണ്ടിരുന്നു. ഉള്ളിലെ വികാരങ്ങൾ ചൂടുപിടിച്ച് മുന്നേറവേ ഇരുവരും മൃദുലതയിൽ നിന്ന് വന്യതയിലേക്ക് കടന്നു. അവൻ നൽകുന്ന ഓരോ ചെറു നോവലിലും അവൻ്റെ പ്രണയം മാത്രം അനുഭവിച്ചവൾ. തന്നിലെ നാണയത്തിൻ്റെ ഓരോ മറയും വശ്യമായൊരു നോട്ടത്തോടെ തന്നിൽ നിന്നും പറിച്ചെറിയുന്നവനെ പ്രണയപൂർവ്വം നോക്കിക്കിടന്നവൾ. തന്നെ ഏറെ പ്രണയത്തോടെ നോക്കിക്കിടക്കുന്നവളെ ഓരോ മാത്രയും അവളിലേക്ക് ആഴ്ന്നിറങ്ങാൻ അതിയായി മോഹിച്ചു. അവളുടെ മുഖത്തു നിന്നും കഴുത്തിലേക്ക് അവൻ്റെ ചുണ്ടുകൾ ഇഴഞ്ഞിറങ്ങി. കഴുത്തിൽ നിന്നും മാറിലേക്ക് പിണഞ്ഞുകിടക്കുന്ന നീല ഞരമ്പിൽ അവൻ നാവും ചുണ്ടും കൊണ്ട് അതിനെ നുണഞ്ഞെടുത്തു. അവളിൽ നിന്നും പുറത്തേക്ക് വരുന്ന ഓരോ നിശ്വാസങ്ങൾ പോലും അവനിലെ തീയെ ആളിപ്പടർത്തി. അവളുടെ മാറിടുക്കിലേക്ക് മുഖം പൂഴ്ത്തവേ വില്ല് പോലെ വളഞ്ഞു അവൾ അവനെ തന്നിലേക്ക് കൂടുതൽ ചേർത്തു. ഒട്ടും വൈകാതെ അവൻ അവളിലേക്ക് ആഴ്ന്നിറങ്ങി. അവളിൽ നിന്നും വരുന്ന ഓരോ ശിൽക്കാരങ്ങളും അവൻ അവളിലേക്ക് കൂടുതൽ ആഴത്തിൽ ആഴ്ന്നിറക്കിക്കൊണ്ടിരുന്നു. ഒടുവിൽ എപ്പോഴോ അവളിലേക്ക് തന്നെ അവൻ ചാഞ്ഞു കിടന്നു. ഇരുവരുടെയും കണ്ണുകൾ നിറഞ്ഞിരുന്നു. തങ്ങളുടെ പ്രണയം അതിൻ്റെ പൂർണ്ണതയിലെത്തിയതുള്ള ആനന്ദ കണ്ണീറായിരുന്നു അത്. തങ്ങളുടെ പ്രണയത്തിൻ്റെ ആദ്യ സമാഗമത്തിൻ്റെ ആലസ്യത്തിൽ മയങ്ങവേ അവൻ അവളെ പ്രണയപൂർവ്വം നോക്കി. തൻ്റെ പ്രണയ ചുംബനങ്ങളേറ്റ് മയങ്ങുന്നവളെ കാണി അവനിൽ വശ്യമായൊരു പുഞ്ചിരി വിരിഞ്ഞു. അവളുടെ കഴുത്തിടുക്കിലേക്ക് മുഖം പൂഴ്ത്തി അവിടമാകെ നാവിനാൽ ഒഴിഞ്ഞു. ഒരു ചെറു കുറുകലോടെ അവൾ ഒന്ന് തിരിഞ്ഞു. കഴുത്തിൽ ചെറിയ നോവനുഭവപ്പെട്ടതും അവൾ കണ്ണു വലിച്ചു തുറന്നു. അപ്പോഴേക്കും വേദന കൂടിത്തുടങ്ങി. ആ, എനിക്ക് നോവുന്നുണ്ട്, മതി. അവനെ അകത്തി മാറ്റാൻ അവൾ ആകുന്നതും ശ്രമിച്ചു. പക്ഷേ അവൻ മാറിയില്ല. അവൻ കൂടുതൽ ആഴത്തിൽ കഴുത്തിനെ നുണഞ്ഞു. വിട്, വേദനിക്കുന്നു. അവൾ ശക്തമായി അവനെ തള്ളിമാറ്റി. ആ നിമിഷം അവൻ്റെ മുഖം കണ്ടവൾ ഭയന്നു വിറച്ചു. വെള്ളി നിറത്തിലായിരുന്ന അവൻ്റെ കണ്ണുകൾ ചോര ചുവപ്പായി മാറിയിരിക്കുന്നു.
അതിൽ നിന്ന് ചോരത്തുള്ളികൾ ഒഴുകിയിറങ്ങുന്നുണ്ടായിരുന്നു. ചുണ്ടുകൾക്കിടയിൽ നിന്നും ചോര ഇറ്റു വീഴുന്നുണ്ട്. അതുവരെ പ്രണയം തുളുമ്പി നിന്ന അവനിൽ ആ നിമിഷം ക്രൂരത മാത്രമായിരുന്നു. അവൾ കൈകൾ ഊന്നി പിന്നിലേക്ക് ഭയത്തോടെ നിരങ്ങി. അവളുടെ കഴുത്തിൽ നിന്നും മാറിലേക്ക് ഒരു നനവ് അനുഭവപ്പെടാൻ തുടങ്ങിയതും അവൾ അങ്ങോട്ട് നോക്കി. കഴുത്തിൽ നിന്നും ചോര ഒഴുകിയിറങ്ങുകയാണ്. അവൾ ഞെട്ടലോടെ കൈകൊണ്ട് തൊട്ടു നോക്കി. കയ്യിലും ചോര കണ്ടതും അവൾ ഭയത്തോടെ അവനെ നോക്കി. ക്രൂരമായ പുഞ്ചിരിയോടെ അവൻ അവളുടെ ഇടം തുടയിൽ പിടിച്ചു വലിച്ച് തൻ്റെ അരികിലേക്കിട്ടു. അവൻ്റെ ആ പുഞ്ചിരിയിൽ ഉള്ളിൽ നിന്നും ദ്രംഷ്ടകൾ പുറത്തേക്കിറങ്ങി വന്നു. വേണ്ട, നമ്മൾ പ്രണയിക്കുന്നവരല്ലേ, എന്തിനാ ഇങ്ങനെ? അവൾ പറയുന്നതിനെ പൂർണ്ണമാക്കാൻ അനുവദിക്കാതെ അവൻ അവളുടെ ഇരു കൈകളും ബന്ധിച്ച് അവളുടെ കഴുത്തിൽ വീണ്ടും പല്ലുകളാഴ്ത്തി അവൾ ഭയം കൊണ്ടും വേദന കൊണ്ടും അലറി വിളിച്ചു. അമ്മച്ചീ, അമ്മച്ചീ, ഓടിവായോ, എൻ്റെ ചോര കുടിക്കുന്നേ, അപ്പേ, അയ്യോ, ഇവിടെ ആരുമില്ലേ, ഈ മറുതെ ഒന്ന് പിടിച്ചു മാറ്റേ. കട്ടിലിൽ നിന്ന് കൈകാലിട്ടടിച്ച് അവൾ നിലവിളിച്ചു. കൊച്ചേ, എന്നാ പറ്റിയേ ആമി? അമ്മച്ചി അവളെ കുലുക്കി തട്ടി വിളിച്ചു. ആഹാ, ആലി ഞെട്ടി കണ്ണുകൾ തുറന്നു. നാടി കൊച്ചെ പറ്റിയേ? അപ്പച്ചനും അകത്തേക്ക് കയറി വന്നു. ചോര കുടിച്ചപ്പേ, എൻ്റെ ചോര മുഴുവനും കുടിച്ചു, അവൾ വിളിച്ചു പറഞ്ഞു. തേങ്ങാ കൊല, എടി കൊച്ചേ, നീ സ്വപ്നം കണ്ടതാ, അമ്മച്ചി കിറുക്കിട്ട് കുത്തി. ഹാ, അപ്പോ സ്വപ്നമായിരുന്നോ കർത്താവേ? അവൾ നെഞ്ചിൽ കൈവച്ചു. അതെങ്ങനാ? നട്ട പാതിരാവരെ കണ്ട പ്രേതവടമല്ലേ കാണുന്നത്? അപ്പോ പിന്നെ ഇതല്ല, ഇതിലപ്പുറവും കാണും. എണീറ്റ് പോയി പല്ല് തേക്ക് കൊച്ചേ, എന്നിട്ട് പള്ളിയിലോട്ട് പോ, അമ്മച്ചി പറഞ്ഞിട്ട് എണീറ്റ് പോയി. അവളെ നോക്കി ചിരിച്ചുകൊണ്ട് അപ്പനും പോയി. ഓ എൻ്റെ കർത്താവേ, എന്നാലും ഒരുമാതിരി സ്വപ്നമായി പോയി കേട്ടോ. ഷാർജ ഷേക്ക് കുടിക്കണ മാതിരിയല്ലേ കാലം മാടൻ ചോര ഊറ്റി കുടിച്ചത്. കർത്താവിൻ്റെ രൂപത്തിന് മുന്നിൽ വന്ന് നിന്നവൾ ആ ഓർമ്മയിൽ ഒന്ന് വിറച്ചുപോയി. കൊച്ചേ, കുളിച്ചു പായോ? താഴേന്ന് അമ്മച്ചിയുടെ വിളി കേട്ടു. ദാ വരുന്ന അമ്മച്ചിയെ. അവൾ ടവലും എടുത്ത് കുളിക്കാൻ കയറി. വാനിറ്റി മിററിലെ തൻ്റെ രൂപത്തെ നോക്കിയവൾ കണ്ണാടിയിലെ പ്രതിബിംബത്തിലൂടെ അവളുടെ കണ്ണുകൾ പാഞ്ഞു. കണ്ണിലും മൂക്കിലും ചുണ്ടിലും മാറിലും ശരീരമാകെ അവൻ്റെ ചുണ്ടുകൾ ഒഴുകി നടന്നത് ഓർമ്മകൾ വന്നു. അവൾക്കുള്ളിൽ കുളിരു കോരി. ആദ്യത്തേതെല്ലാം കൊള്ളാം, പക്ഷെ പിന്നെ കണ്ടതൊന്നും ഓർക്കാനേ വയ്യ. അവൾ വേഗം മുഖത്തേക്ക് വെള്ളം കോരി ഒഴിച്ചു. എന്നാലും എൻ്റെ ആമി, നീ ഇങ്ങനെ ടെൻഷനാവല്ലേ. നീ സ്വപ്നത്തിലൊക്കെ നീ ഫിലിം എടുക്കുമായിരുന്നെങ്കിൽ ഞാൻ എന്നേ വലിയ സിനിമാ നടനായനെ. നിനക്കറിയോ, ഞാൻ എന്നും സ്വപ്നം കാണുന്നതേ ഉണ്ണി മുകുന്ദൻ്റെ നായികയാകുന്നതാ, അറിയോ? ഇല്ലാത്ത നാണം കൊണ്ട് കളം വരച്ച് മറിയ പറഞ്ഞു. ഓ, ഉണ്ണി മുകുന്ദൻ ഇത് കേട്ടാലേ അന്നേ ഈ ഫീൽഡ് വിടും അയാള്. ആമി കളിയാക്കുമ്പോൾ മാറിയ മുഖം കൂട്ടി. എന്നാൽ ആദ്യം കണ്ടപ്പോൾ അയാൾ ഒരു ഡ്രാക്കുളാണെന്ന് തോന്നിയില്ലടി. അത്രയും ഫിറ്റും ബോഡിയും ഗ്ലാമറും. ഹോ, ഇപ്പോഴും ഓർക്കുമ്പോൾ രോമാഞ്ചം വരും. ആലി കൈകളിലേക്ക് നോക്കി പറഞ്ഞു. ഹോ, മതി മതി, ഇതൊന്നും നടക്കൂല. അതോർത്ത് നിനക്ക് ആശ്വസിക്കാം. അല്ല, നാളെയല്ലേ നിന്നെ പെണ്ണ് കാണാൻ വരുന്നേ? മറിയ അത് പറഞ്ഞപ്പോൾ ആമിയുടെ മുഖം മാറി. അല്ലേ, എന്തൊക്കെയായിരുന്നു? എനിക്ക് അറേഞ്ച്ഡ് മാരേജ് വേണ്ട, ലവ് മാരേജ് മതി, എത്ര വർഷം പ്രേമിച്ച് നടന്നിട്ട് കല്യാണം കഴിക്കും എന്നാ മോള് പറഞ്ഞേ? 2. ആ, എന്നിട്ട് ദാ ഇപ്പോൾ ചായ കുടിക്കാൻ വരുന്ന ഏതോ ഒരു കോന്തനെ കെട്ടാൻ പോണ്. മറിയക്കുട്ടി അവളെ അറഞ്ചം പുറഞ്ചം പുഷിച്ചു. ശവത്തെ കുത്താതടി, ഞാൻ പ്രേമിക്കാഞ്ഞിട്ടാണോ? പറ്റിയൊന്ന് കിട്ടണ്ടേ? വന്നതൊക്കെ ഒന്നുകിൽ മിൽമ കുപ്പിയോ അല്ലെങ്കിൽ വല്ല ഇറച്ചി കാടയാവും, അതല്ലേ ഞാൻ പിന്നെ അത് വിട്ടത്. ആമി പറഞ്ഞു. സാരല്ലടാ, തളരരുത് രാമൻകുട്ടി, തളരരുത്, മറിയ ആശ്വസിപ്പിച്ചു. പോടി പട്ടി, നീ നാളെ വരില്ലേ? ഇല്ല, ഒന്നാമതെ അപ്പനും അമ്മയും കെട്ടിൻ്റെ കാര്യം പറഞ്ഞ് ശല്യം ചെയ്യുക. എങ്ങാനും വരുന്ന കൂട്ടത്തിൽ വല്ല പയ്യന്മാർ വല്ലതും ഉണ്ടെങ്കിൽ അടുത്തത് എന്നെയാവും കെട്ടിക്കുന്നത്. ഞാൻ കുറച്ചുകൂടെ എൻജോയ് ചെയ്യട്ടടി. നീ ചെല്ല്, കാര്യങ്ങൾ അപ്പോൾ അപ്ഡേറ്റ് ചെയ്താൽ മതി. ഇരുവരും യാത്ര പറഞ്ഞ് 2 വഴിക്കായി പോയി. ഇന്നാണ് ആമിയെ പെണ്ണ് കാണാൻ വരുന്നത്. ഹോ കർത്താവേ, അയാൾക്ക് നേരെ വന്നങ്ങ് കെട്ടിയാ പോരെ. എന്നാത്തിനാ ഈ പെണ്ണ് കാണലൊക്കെ? ടെൻഷനായിട്ട് പാടില്ല. ഏത് ടൈപ്പാണ് എന്നൊരു പിടിയില്ലല്ലോ കർത്താവേ. മോളെ ആമി, ചായ കൊണ്ടുപോയോ? അപ്പുറത്ത് നിന്ന് അമ്മച്ചിയുടെ വിളി കേട്ടു. കർത്താവേ, കൂടെ വേണേ. വിറയിൽ കാരണം ചായയും ട്രേയും ആരുടെയും മണ്ടയിലൂടെ വീഴല്ലേ. മനസ്സറിഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ടവൾ ചായയുമായി ഹാളിലേക്ക് നടന്നു. ഹാ, ദേണ്ടേ, ഇതാണ് ഞങ്ങളുടെ ആമിക്കൊച്ച്, ആലിയ മീഹാര എന്നാ ശരിക്കും പേര്. ഹാ,
ഇവിടെ നിൽക്കാതെ ചായ അങ്ങോട്ട് കൊടുക്കു കൊച്ചേ. വകയിലെ ഏതോ വകയ്ക്ക് കൊള്ളാത്ത അമ്മാവനാണ്. ഇങ്ങേർക്ക് ഇതൊക്കെ പറഞ്ഞാൽ മതി. ഇതും കൊണ്ട് നടക്കണ പാടെ എനിക്കറിയാം. ആമി പിറുപിറുത്തുകൊണ്ട് അവരുടെ അടുത്തേക്ക് നടന്നു. ആദ്യം ചെക്കനോടുക്കുമോളെ. അപ്പം പറഞ്ഞത് കേട്ട് അവൾ സൈഡിൽ ഒറ്റക്കിട്ടിരുന്ന ചെറിയ സെറ്റിയുടെ അടുത്തേക്ക് നടന്നു. അതാണ് അലക്സ്, ആ അമ്മാവനാണ്. ചായ ട്രേ അവൾ അവന് നേരെ നീട്ടി. ഹലോ. ഘനഗാംഭീര്യത്തിലുള്ള ശബ്ദം കേട്ട് അവൾ അവനെ നോക്കി. അവളുടെ സപ്തനാഡികളും തളരും പോലെ തോന്നി. ചായ ട്രേ കയ്യിലിരുന്ന് വിറകൊണ്ട് അവൻ പതിയെ ആരും കാണാതെ ആ വിറയ്ക്കുന്ന കയ്യിൽ ഒന്ന് പിടിച്ചതും എല്ലാം പൂർത്തിയായ പോലെ അവൾ നിശ്ചലമായി പോയി. ഹേ, അവൻ പതിയെ വിളിച്ചതും ഓർമ്മയിൽ നിന്നും ഞെട്ടി അവൾ ചായ ട്രേ ടേബിളിലേക്ക് വെച്ച് അകത്തേക്ക് പോയി. അയ്യോടാ, കൊച്ചിന് നാണം വന്നു. വകയിലെ അമ്മാവൻ പറഞ്ഞത് കേട്ട് അവിടെ ഒരു ചിരി ഉയർന്നു. ഹലോ, എന്തായി ആമി? എടിയും അറിയാമേ, നീ അല്ലേ പറഞ്ഞത് സ്വപ്നങ്ങളൊന്നും ഫലിക്കില്ലാന്ന്. എന്നിട്ട് ദാണ്ടെ ആ ഡ്രാക്കുള വീട്ടിൽ വന്നിരിക്കുന്നു എന്നെ പെണ്ണു കാണാൻ. ഒറ്റ ശ്വാസത്തിൽ അവൾ പറഞ്ഞു നിർത്തി. നീ ഒന്ന് പോയാമി. പിന്നെ സ്വപ്നത്തിൽ കണ്ട പോലെ ആള് വരാൻ പോവല്ലേ? നീ അത് തന്നെ ആലോചിച്ച് ആരെ കണ്ടാലും അങ്ങനെ തന്നെ തോന്നണതാ. അയ്യോ, എൻ്റെ കർത്താവാണ് സത്യം. ഹലോ, മേയായി? പുറത്തുനിന്ന് അലക്സിൻ്റെ ശബ്ദം. ദാണ്ടെ ഇങ്ങെ എത്തി. അവൾ പറഞ്ഞതും മറിയ ഫോൺ കട്ട് ചെയ്തു. ഒന്ന് തിരിഞ്ഞു നോക്കിക്കൂടെ? കർത്താവേ, എപ്പോഴാണ് ചോര കണ്ണും പല്ലും മുളച്ച് വരുന്നതെന്നും അറിയില്ലല്ലോ. കാത്തോണേ. ആമി പതിയെ തിരിഞ്ഞു നോക്കി. മനോഹരമായി പുഞ്ചിരിച്ചുകൊണ്ട് തൻ്റെ മുൻപിൽ നിൽക്കുന്നവനെ അവൾ ആകമാനം നോക്കി. ഞാൻ എന്നെ പരിചയപ്പെടുത്താം. ഞാൻ അലക്സ് കൊമ്പനായിൽ IPS. കർത്താവേ, ഈ ഡ്രാക്കുളയൊക്കെ പോലീസിലെടുക്കുമോ? എന്താ? അവൻ ചോദിച്ചപ്പോഴാണ് അവൾക്ക് ആത്മഗതത്തിൻ്റെ വോളിയം കൂടിയ കാര്യം അറിഞ്ഞത്. എന്തെങ്കിലും ഒന്ന് ചോദിക്കാമീ? അവനിൽ നിന്ന് ആമി എന്നുള്ള വിളി കൂടി കേട്ടത് അവളുടെ കിളികൾ കംപ്ലീറ്റ് പറന്നു. എന്താ വിളി? അവൾ പറയാൻ ശ്രമിച്ചപ്പോഴും കാറ്റ് മാത്രമേ പുറത്തു വന്നുള്ളൂ. എന്തു പറ്റി ആമി? അവൻ ചോദിച്ചപ്പോൾ നെറുകയിൽ ചെറുതായി 2 തട്ട് തട്ടി അവൾ. അവളുടെ ചെയ്തികൾ കണ്ട് അവനൊന്ന് ചിരിച്ചു. ഈ പേരെവിടുന്നാണ്? എങ്ങനെ? ആയാസപ്പെട്ടുകൊണ്ട് അവൾ ചോദിച്ചു. അതോ, എല്ലാവരും ആലി എന്നല്ലേ വിളിക്കുന്നേ, അതുകൊണ്ട് ഞാനൊന്ന് മാറ്റിപ്പിടിക്കാമെന്ന് വെച്ചു. അതാണ് ആമി. ആലിയ മീഹാര. അവനൊരു ചിരിയോടെ അവളുടെ അടുത്തേക്ക് വന്നു. കർത്താവേ, ചോര കുടിക്കാനുള്ള വരവാണോ ഇത്? എന്നതാ ആമി നീ ഇടയ്ക്കിടെ ഇങ്ങനെ പിറുവിറുക്കുന്നേ? അവൻ കുറച്ചുകൂടെ അടുത്തു വന്നു. അവിടെ നിന്നാ മതി. ഇങ്ങോട്ടാ ഈ തള്ളിക്കറി വരുന്നേ? പണ്ടാരക്കാലൻ, ഇതെന്തിനുള്ള പുറപ്പാടാണെന്നാ. ആദ്യം അവനോടും പിന്നെ ആത്മഗതവുമായിരുന്നു. അവളെ നോക്കി ചിരിച്ച് അവൻ അവിടെ നിന്നു. അവൻ ചിരിക്കുന്നത് അവൾ സൂക്ഷിച്ചു നോക്കി. പല്ല് വല്ലതും പുറത്തേക്ക് വരുന്നുണ്ടോ എന്ന്. ആള് സ്വപ്നത്തിൽ കണ്ട പോലെ തന്നെ. എന്നാലും ഇതെന്ത് മായയാണ് കർത്താവേ. ആലി നഖം കടിച്ചു. കൊച്ചു പിള്ളാരെ പോലെ നഖം കടിക്കല്ലേ പെണ്ണെ. അലക്സ് അവളുടെ കൈ താഴ്ത്തിയിട്ടു. അവൾ അവനെ കൂർപ്പിച്ചു നോക്കി. ഇങ്ങനെ നോക്കല്ലടി പെണ്ണെ. കെട്ടുകല്യാണം വരെ ഞാൻ നോക്കി നിൽക്കൂല്ലാട്ടോ. ഇപ്പൊ തന്നെ അങ്ങ് കൊണ്ടുപോകും. മീശത്തുമ്പ് അല്പം കടിച്ചു പിടിച്ച് അവൻ ഒരു കണ്ണിറുക്കി പറഞ്ഞതും ആലിയുടെ കണ്ണുകൾ മിഴിഞ്ഞു. എന്നെ കെട്ടാൻ നിനക്ക് സമ്മതമാണെന്ന് പറയട്ടെടി ഞാൻ എല്ലാവരോടും. അവളുടെ മുഖം കൈക്കുമ്പിളിലെടുത്തവൻ ചോദിച്ചതും അറിയാതെ തലയാട്ടിപ്പോയവൾ വശ്യമായൊരു പുഞ്ചിരിയോടെ അവൻ അവളുടെ നെറുകയിൽ ഒരു ചുംബനം നൽകി പുറത്തേക്ക് പോയി. സമയം കുറേയായിട്ടും ആലി അങ്ങനെ തന്നെ നിന്നു. കർത്താവേ, ഞാൻ എന്നാത്തിനാ ആ ഡ്രാക്കുളയോട് കെട്ടിന് സമ്മതം എന്ന് പറഞ്ഞത്? അങ്ങേര് ഉമ്മ തന്നപ്പോൾ ഉളുപ്പില്ലാതെ നിന്ന് വാങ്ങിയേക്കുന്നു. ഇതൊക്കെ എന്നതാ കർത്താവേ? തലയാകെ ചൊറിഞ്ഞുകൊണ്ട് കട്ടിലിൽ വന്നിരുന്നു. ഇയാൾക്ക് എന്നെ നേരത്തെ അറിയുന്നത് പോലെയാ പെരുമാറ്റം. എങ്ങനെ അറിയാമെന്നെ? സ്വയം ഓരോന്ന് ചോദിച്ചിരുന്നവൾ. അന്ന് തനിക്കുള്ളിൽ നിറഞ്ഞ അതേ ചോദ്യങ്ങളാണ് 3 മാസത്തിനപ്പുറം എൻ്റെ കല്യാണരാത്രിയിലും എൻ്റെ ചിന്ത. കൊച്ചു നേരത്തെ ഇങ്ങ് വന്നോ? കുറച്ച് കൊളീഗ്സ് ഉണ്ടായിരുന്നു, അതാ വരാൻ ലേറ്റായി. അവൻ പറയുന്നതൊന്നും അവളുടെ കാതിലേക്ക് എത്തുന്നില്ല എന്ന് തോന്നിയവന്. ഹലോ ആമിക്കൊച്ചേ. അലക്സ് അവളുടെ അടുത്ത് വന്ന് തോളിൽ പിടിച്ചു. ഏതോ ഓർമ്മയിൽ എന്ന പോലെ അവൾ എഴുന്നേറ്റു. എന്നതാ കൊച്ച് ആലോചിച്ചിരിക്കുന്നേ? ഫസ്റ്റ് നൈറ്റിനെ കുറിച്ചാണോ? ഒരു കള്ളച്ചിരിയോടെ അവൻ ചോദിച്ചു. ഇച്ചായന് എന്നെ പെണ്ണ് കാണാൻ വരുന്നതിനു മുമ്പ് അറിയാമായിരുന്നു. അവളിൽ നിന്നും ഈ ചോദ്യം പ്രതീക്ഷിച്ചിരുന്നത് കൊണ്ട് അവന് ഞെട്ടലൊന്നും ഉണ്ടായില്ല. എന്താ നോക്കുന്നേ? പറയിച്ചായ. അറിയാം കൊച്ചേ.
നമ്മൾ ഒരേ സ്കൂളിലാണ് പഠിച്ചത്. ഞാൻ 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് 7ാം ക്ലാസ്സിൽ പഠിച്ചിരുന്ന നിന്നെ കാണുന്നത്. സത്യം പറയാമല്ലോ കൊച്ചേ, കണ്ട അന്നേ എനിക്ക് നിന്നെ ഇഷ്ടമാണ്. പ്രത്യേകിച്ച് നിന്റെ ഈ നീല കണ്ണുകൾ. അന്നു മുതൽ നീ എവിടെ പോയാലും ഞാനുണ്ടായിരുന്നു നിന്റെ പിറകെ. പ്രേമിച്ചേ നീ കെട്ടു എന്നറിഞ്ഞപ്പോൾ വേറെ ഒരുത്തനോടും നിനക്ക് പ്രേമം തോന്നിക്കല്ലേ കർത്താവേ എന്ന് ദിവസവും ഞാൻ മുട്ടിപ്പായി പ്രാർത്ഥിച്ചിരുന്നു. അതെന്തായാലും കർത്താവ് കേട്ടു. പിന്നെ പഠിച്ച് ഈ ജോലി വാങ്ങി നിന്റെ വീട്ടിൽ വരുന്നത് വരെ നിന്റെ നിഴലായി ഞാനുണ്ടായിരുന്നു എപ്പോഴും. ഇപ്പം മനസ്സിലായോ കൊച്ചിന്? അവൻ അവളുടെ കവിളിൽ ചൂണ്ടുവിരൽ കൊണ്ട് ഒന്ന് തട്ടി. ഞാനും ഇച്ചായന് മുമ്പ് കണ്ടിട്ടുണ്ട്. എപ്പോ? ഞാനതിന് നിന്റെ മുന്നിൽ വന്നിട്ടില്ലല്ലോ. നേരിട്ട് വന്നില്ല, പക്ഷേ ഞാൻ സ്വപ്നത്തിൽ കണ്ടിട്ടുണ്ട്. അതെങ്ങനാടി കൊച്ചേ സ്വപ്നത്തിൽ കാണുന്നേ? കർത്താവാണ് നേരാന്നേ, ഞാൻ കണ്ടതാ. അവൾ നെഞ്ചിൽ കൈവച്ചു. ശരി, സമ്മതിച്ചു. എന്നാൽ സ്വപ്നത്തിൽ എന്നതാ കണ്ടേ? അവൻ കുറുമ്പോടെ ചോദിച്ചു. അത് പിന്നെ അന്ന് അവൾ സ്വപ്നത്തിൽ കണ്ടത് ചിലത് സെൻസർ ചെയ്ത് പറഞ്ഞു. അത് കേട്ടതും അലക്സ് അവളെ ആകമാനം ഒന്ന് നോക്കിയ ശേഷം പൊട്ടിച്ചിരിച്ചു. അവൻ്റെ പൊട്ടിച്ചിരി വല്ലാത്ത ഒരു കൗതുകത്തോടെ നോക്കിയിരുന്നു. അമ്മച്ചി, എനിക്ക് വയ്യ. എന്നാടി കൊച്ചെ നീ ഇങ്ങനെ നോക്കണേ? വായിൽ നിന്നും ഡ്രാക്കുള പല്ല് വല്ലതും വരുന്നുണ്ടോ എന്നാണോ? തൻ്റെ മനസ്സിലുള്ളത് അതുപോലെ അവൻ പറഞ്ഞത് കേട്ട് അവൾ അതേ എന്ന് തലയാട്ടി. അവൻ വീണ്ടും പൊട്ടിച്ചിരിച്ചു. എൻ്റെ ആമി, നിന്നെ ചിന്തിക്കാൻ വിട്ടാൽ ശരിയാകില്ല. അവൻ അവളെ തന്നിലേക്ക് ചായച്ചു കിടത്തി. അവളുടെ സ്വപ്നത്തെ അവൻ യാഥാർത്ഥ്യമാക്കി. ഈ കഥ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്തൂ. കൂടുതൽ കഥകൾ കേൾക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.